Welcome students to the third part of Group 15 of P Block Elements. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൈട്രജൻ്റെ ഹൈഡ്രേറ്റായ അമോണിയയെ പറ്റിയും നൈട്രജൻ്റെ ഓക്സൈഡുകളെ പറ്റിയും നൈട്രജൻ്റെ ഓക്സോ ആസിഡായ നൈട്രിക് ആസിഡിനെ പറ്റിയും വിശദമായി പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഗ്രൂപ്പ് 15ൽ സെക്കൻഡ് എലമെൻ്റായ ഫോസ്ഫറസിനെ പറ്റി ഡീറ്റെയിൽഡായി കാണാം. ആദ്യം തന്നെ ഫോസ്ഫറസിൻ്റെ അല്ലോട്രോപ്പുകളെ പരിചയപ്പെടാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രൂപ്പ് 15ൽ 52 ക്വസ്റ്റ്യൻസ് വരെയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് അല്ലോട്രോപ്സ് ഓഫ് ഫോസ്ഫറസ്. ഫോസ്ഫറസിൻ്റെ പ്രധാന അല്ലോട്രോപ്പുകളാണ് വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ് ആൻഡ് ബ്ലാക്ക് ഫോസ്ഫറസ്. ഇതിൽ ഹൈലി റിയാക്റ്റീവ് വൈറ്റ് ഫോസ്ഫറസും തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ ബ്ലാക്ക് ഫോസ്ഫറസും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റ് ഫോസ്ഫറസ് ഗ്ലോസ് ഇൻ ഡാർക്ക്. വൈ? വൈറ്റ് ഫോസ്ഫറസ് ഇരുട്ടത്ത് ഗ്ലോ ചെയ്യാനുള്ള കാരണം അതിൻ്റെ സർഫസിൽ ഓക്സിജനുമായി നടക്കുന്ന റിയാക്ഷനാണ്. ഇത്തരത്തിൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെയാണ് കെമിലോമിനസെൻസ് എന്ന് പറയുന്നത്. വൈറ്റ് ഫോസ്ഫറസ് ഇരുട്ടത്ത് ഗ്ലോ ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഓഫ് വൈറ്റ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ടെട്രാഹെഡ്രൽ മോളിക്യൂൾസ് ആയിട്ടാണ്. ഇവിടെ ടെട്രാഹെഡ്രൻ്റെ 4 കോർണറുകളിലാണ് ഫോസ്ഫറസ് ആറ്റം വരുന്നത്. ഓരോ P4 മോളിക്യൂളും ഇൻഡിവിജ്വൽ ആയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഡിസ്ക്രീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വൈറ്റ് ഫോസ്ഫറസ് ഈസ് ഹൈലി റിയാക്റ്റീവ്. ഫോസ്ഫറസിൻ്റെ അല്ലോട്രോപ്പുകളിൽ ഏറ്റവും റിയാക്റ്റീവ് വൈറ്റ് ഫോസ്ഫറസ് ആണ്. വൈറ്റ് ഫോസ്ഫറസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ബോണ്ട് ആംഗിൾ 60 ഡിഗ്രി മാത്രമേ ഉള്ളൂ. സ്മോൾ ബോണ്ട് ആംഗിൾ കാരണം ഇവരുടെ ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൾഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് വൈറ്റ് ഫോസ്ഫറസ് ലെസ് സ്റ്റേബിൾ ആയിരിക്കും. അത് റിയാക്ട് ചെയ്ത് കൂടുതൽ സ്റ്റേബിളായ പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ ശ്രമിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ഷൻ ഓഫ് വൈറ്റ് ഫോസ്ഫറസ് വിത്ത് എയർ. വൈറ്റ് ഫോസ്ഫറസ് എയറുമായി കോണ്ടാക്ട് വരുമ്പോൾ എയറിലുള്ള ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് തീപിടിക്കുന്നു. P4O10ൻ്റെ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് നമുക്ക് കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് വൈറ്റ് ഫോസ്ഫറസ് സ്റ്റോർഡ് ആൻഡ് വൈ? വൈറ്റ് ഫോസ്ഫറസ് എയറുമായി കോണ്ടാക്ട് വരുമ്പോൾ റിയാക്ട് ചെയ്യും എന്ന് നമ്മളിപ്പോൾ കണ്ടു. അതുകൊണ്ട് വൈറ്റ് ഫോസ്ഫറസ് വെള്ളത്തിലിട്ടാണ് സൂക്ഷിക്കുന്നത്. കാരണം വൈറ്റ് ഫോസ്ഫറസിന് വെള്ളവുമായി യാതൊരു റിയാക്ഷനും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഓഫ് റെഡ് ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസ് പോളിമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ടെട്രാഹെഡ്രനുകൾ ഒരു കോർണറിലുള്ള ഫോസ്ഫറസ് ആറ്റം ഷെയർ ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ചെയിൻ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വൈറ്റ് ഫോസ്ഫറസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു റെഡ് ആൻഡ് ബ്ലാക്ക് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസ് 573 കെൽവിനിൽ ഇന്നേർട്ട് അറ്റ്മോസ്ഫിയറിൽ കുറച്ച് ദിവസം ഹീറ്റ് ചെയ്താണ് റെഡ് ഫോസ്ഫറസ് ഉണ്ടാക്കുന്നത്. റെഡ് ഫോസ്ഫറസിന് ഹൈ പ്രഷറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഫോസ്ഫറസ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസസ് ബിറ്റ്വീൻ റെഡ് ആൻഡ് വൈറ്റ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസ് ഒരു വെളുത്ത മെഴുകു രൂപത്തിലുള്ള സോളിഡാണ്. റെഡ് ഫോസ്ഫറസ് ഡാർക്ക് റെഡ് കളറിലാണ് കാണപ്പെടുന്നത്. വൈറ്റ് ഫോസ്ഫറസ് ഓക്സിജനുമായി കോണ്ടാക്ട് വരുമ്പോൾ ഗ്ലോ ചെയ്യും. റെഡ് ഫോസ്ഫറസിനാകട്ടെ കെമിലൂമിനസെൻസ് കാണിക്കാൻ കഴിയുകയില്ല. വൈറ്റ് ഫോസ്ഫറസ് ലെസ് സ്റ്റേബിളും ഹൈലി റിയാക്റ്റീവുമാണ്. റെഡ് ഫോസ്ഫറസ് ആകട്ടെ കമ്പാരിറ്റീവ്ലി കൂടുതൽ സ്റ്റേബിളും ലെസ് റിയാക്റ്റീവുമാണ്. ഡിസ്റ്റിങ്ക്റ്റ് ആയ P4 ടെട്രാഹെഡ്രലുകളായാണ് വൈറ്റ് ഫോസ്ഫറസ് കാണപ്പെടുന്നത്. റെഡ് ഫോസ്ഫറസ് ആകട്ടെ ടെട്രാഹെഡ്രലിൻ്റെ ഒരു കോർണർ ഷെയർ ചെയ്തുകൊണ്ട് പോളിമറായാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വൈറ്റ് ഫോസ്ഫറസ് പോയ്സണസ് ആണ്. റെഡ് ഫോസ്ഫറസ് പോയ്സണസ് അല്ല. വൈറ്റ് ഫോസ്ഫറസിന് ഗാർലിക് സ്മെൽ, അതായത് വെളുത്തുള്ളിയുടെ മണമാണുള്ളത്. റെഡ് ഫോസ്ഫറസിന് അങ്ങനെ പ്രത്യേക മണമൊന്നുമില്ല. വൈറ്റ് ഫോസ്ഫറസ് വാട്ടറിൽ സോലുബിൾ അല്ലെങ്കിലും കാർബൺ ഡൈസൾഫൈഡിൽ സോലുബിൾ ആണ്. റെഡ് ഫോസ്ഫറസ് ആകട്ടെ വാട്ടറിലും കാർബൺ ഡൈസൾഫൈഡിലും സോലുബിൾ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അല്ലോട്രോപ്പ് ഓഫ് ഫോസ്ഫറസ് വിത്ത് മാക്സിമം തെർമൽ സ്റ്റെബിലിറ്റി. ബ്ലാക്ക് ഫോസ്ഫറസ് ആണ് തെർമൽ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതലുള്ള അല്ലോട്രോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ 2 ഫോംസ് ഓഫ് ബ്ലാക്ക് ഫോസ്ഫറസ്? ബ്ലാക്ക് ഫോസ്ഫറസിൻ്റെ 2 ഫോമുകളാണ് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസും ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസും. അടുത്തതായി ഫോസ്ഫറസിൻ്റെ ഹൈഡ്രേറ്റായ ഫോസ്ഫീനെ പറ്റി പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫോസ്ഫീൻ. കാൽസ്യം ഫോസ്ഫൈഡ്
വാട്ടർ അല്ലെങ്കിൽ ഡൈലൂട്ട് HCl-യുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഫോസ്ഫിൻ കിട്ടും. വാട്ടറായി റിയാക്ട് ചെയ്യുമ്പോൾ ബൈ പ്രൊഡക്റ്റ് കാൽസ്യം ഹൈഡ്രോക്സൈഡും HCl ഉപയോഗിക്കുമ്പോൾ ബൈ പ്രൊഡക്റ്റായി കാൽസ്യം ക്ലോറൈഡുമാണ് കിട്ടുന്നത്. ലബോറട്ടറിയിൽ ഫോസ്ഫൈൻ ഉണ്ടാക്കുന്നത് കാർബൺ ഡയോക്സൈഡിൻ്റെ ഒരു ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ വൈറ്റ് ഫോസ്ഫറസും കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ്. ഇവിടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് സോഡിയം ഹൈപ്പോ ഫോസ്ഫേറ്റ് ആണെന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ഫോസ്ഫിൻ പ്യൂരിഫൈഡ്? നമ്മൾ ഇപ്പോൾ കണ്ട രണ്ട് മെത്തേഡിലും ഫോസ്ഫിൻ പ്രിപ്പയർ ചെയ്താലും നമുക്ക് കിട്ടുന്നത് പ്യുർ ഫോസ്ഫിൻ അല്ല. അതിൽ ഫോസ്ഫറസും ഡൈഫോസ്ഫീനും ഇമ്പ്യൂരിറ്റീസ് ആയി അടങ്ങിയിട്ടുണ്ടാകും. പ്യുർ ഫോസ്ഫിൻ ഇൻഫ്ലേമബിൾ അല്ല, എന്നാൽ ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയ ഫോസ്ഫിൻ ഫ്ലേമബിൾ ആണ്. അതുകൊണ്ട് പ്യുർ ഫോസ്ഫിൻ കിട്ടാൻ ഇംപ്യൂർ ഫോസ്ഫീന് ഹൈഡ്രജൻ അയഡൈഡുമായി റിയാക്ട് ചെയ്യിക്കുക. ഇപ്പോൾ കിട്ടുന്ന PH4I, അതായത് ഫോസ്ഫോണിയം അയഡൈഡിനെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് ഡീകമ്പോസ് ചെയ്യിക്കുമ്പോൾ പ്യുർ ഫോസ്ഫിൻ കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോപ്പർട്ടീസ് ഓഫ് ഫോസ്ഫിൻ. ഫോസ്ഫിൻ ഒരു കളർലെസ് ഗ്യാസ് ആണ്. അതിന് റോട്ടൺ ഫിഷിൻ്റെ സ്മെല്ലാണുള്ളത്. അത് ഹൈലി പോയ്സണസ് ആണ്. ക്ലോറിൻ, നൈട്രിക് ആസിഡ് പോലെയുള്ള ഓക്സിഡൈസിങ് ഏജന്റുകളുടെ പ്രസൻസിൽ അത് എക്സ്പ്ലോഡ് ചെയ്യും. ഫോസ്ഫിൻ വാട്ടറിൽ സ്ലൈറ്റ്ലി സോലുബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമോണിയ ഫോംസ് ഹൈഡ്രജൻ ബോണ്ട് വൈൽ ഫോസ്ഫിൻ ഡസ് നോട്ട്. വൈ? നൈട്രജന്റെ സ്മോൾ സൈസും ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയും കാരണം അതിന് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഫോസ്ഫറസിന്റെ സൈസ് വലുതായതിനാൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോസ്ഫിൻ ഹാസ് ലോ മെൽറ്റിംഗ് പോയിന്റ് ദാൻ അമോണിയ. വൈ? അമോണിയയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, എന്നാൽ ഫോസ്ഫിനിൽ ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതിനാൽ അമോണിയ മോളിക്യൂൾസ് അസോസിയേറ്റഡ് മോളിക്യൂൾസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അമോണിയയുടെ മെൽറ്റിംഗ് പോയിന്റ് 195.2 കെൽവിനും ഫോസ്ഫിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 139.5 കെൽവിനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോണ്ട് ആംഗിൾ ഇൻ PH4+ ഈസ് ഹയർ ദാൻ ദാറ്റ് ഇൻ PH3. വൈ? ഫോസ്ഫോണിയം അയോണും ഫോസ്ഫീനും sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഫോസ്ഫോണിയം അയോണിൽ ഫോസ്ഫറസിൻ്റെ 4 ഓർബിറ്റിലും ബോണ്ടഡ് ആണ്. അപ്പോൾ ബോണ്ട് ആംഗിൾ റെഗുലർ ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിളായ 109 ഡിഗ്രി 28 മിനിറ്റ്സ് തന്നെയാണ്. അത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. എന്നാൽ ഫോസ്ഫീനിലെ ഫോസ്ഫറസിൽ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണുള്ളത്. ഈ ലോൺ പെയർ ബോണ്ട് പെയേഴ്സിനെ റിപ്പല് ചെയ്യുന്നതിനാൽ ബോണ്ട് ആംഗിൾ കുറയുന്നു. ഫോസ്ഫീനിലെ ബോണ്ട് ആംഗിൾ 93.6 ഡിഗ്രി മാത്രമേയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേസിക് നേച്ചർ ഓഫ് ഫോസ്ഫീൻ. ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. ഫോസ്ഫീനിലും ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് അമോണിയയെ പോലെ ഇതും ഒരു ലൂയിസ് ബേസ് ആണ്. ഉദാഹരണമായി ഫോസ്ഫീൻ ഹൈഡ്രജൻ അയഡൈഡ് പോലുള്ള ആസിഡുമായി പ്രവർത്തിച്ച് ഫോസ്ഫോണിയം അയഡൈഡ് തരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസസ് ഓഫ് ഫോസ്ഫീൻ. ഫസ്റ്റ് വൺ, ഹോം സിഗ്നൽ. ഷിപ്പുകൾ കടലിൽ അപായ സൂചന നൽകുവാനാണ് ഹോം സിഗ്നൽ ഉപയോഗിക്കുന്നത്. ഇവിടെ കാൽസ്യം കാർബൈഡും കാൽസ്യം ഫോസ്ഫൈഡും അടങ്ങിയ കണ്ടെയ്നറിൽ ഒരു ഹോൾ ഉണ്ടാക്കി കടലിലേക്ക് എറിയുമ്പോൾ അവ വാട്ടറുമായി പ്രവർത്തിച്ച് ഫോസ്ഫീനും ഈഥൈനും ഉണ്ടാകുന്നു. ഇവ കത്തുമ്പോഴുണ്ടാകുന്ന തീ മറ്റു കപ്പലുകൾക്ക് ഒരു സിഗ്നലായി ആക്ട് ചെയ്യുന്നു. രണ്ടാമതായി ഫോസ്ഫീൻ ഉപയോഗിക്കുന്നത് സ്മോക്ക് സ്ക്രീനുകളിലാണ്. മിലിറ്ററി യൂണിറ്റുകൾ അവരുടെ മൂവ്മെന്റ് എനിമികളിൽ നിന്നും മറയ്ക്കുവാനായി ഉപയോഗിക്കുന്ന പുകമറയാണ് സ്മോക്ക് സ്ക്രീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what happens when white phosphorus is heated with concentrated NaOH solution in an inert atmosphere of carbon dioxide? ഫോസ്ഫറസിൻ്റെ ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ കണ്ട അതേ റിയാക്ഷൻ തന്നെയാണിത്. വൈറ്റ് ഫോസ്ഫറസ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഫോസ്ഫീനും സോഡിയം ഹൈപ്പോ ഫോസ്ഫൈറ്റും ഉണ്ടാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ഷൻ ഓഫ് വാട്ടർ ഓൺ കാൽസ്യം ഫോസ്ഫൈഡ്. കാൽസ്യം ഫോസ്ഫൈഡ് വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡും ഫോസ്ഫീനും ഉണ്ടാകുന്നു. അടുത്തതായി ഫോസ്ഫറസിൻ്റെ ഹലൈഡ്സിനെ പറ്റി പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഓഫ് PCl3 ആൻഡ് ഇറ്റ്സ് ഹൈബ്രിഡൈസേഷൻ. PCl3യുടെ സ്ട്രക്ചർ പിരമിഡലും ഹൈബ്രിഡൈസേഷൻ sp3യുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് PCl3 ഫ്യൂം ഇൻ മോയ്സ്ചർ?
PCl3 മോയ്സ്ചറിൽ പുകയുന്നതിന് കാരണം അത് വാട്ടറുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നതിനാലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് PCl3 ആൻഡ് PCl5. SOCl2 അതായത് തയോണിൽ ക്ലോറൈഡ് വൈറ്റ് ഫോസ്ഫറസുമായി റിയാക്ട് ചെയ്യുമ്പോൾ PCl3 കിട്ടും. എന്നാൽ SO2Cl2 അഥവാ സൾഫ്യൂറൈൽ ക്ലോറൈഡ് വൈറ്റ് ഫോസ്ഫറസുമായി റിയാക്ട് ചെയ്യുമ്പോൾ PCl5 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് വെൻ PCl5 ഈസ് ഹീറ്റഡ്? PCl5 ഒരു സബ്ലൈമബിൾ സബ്സ്റ്റൻസ് ആണ്. PCl5 ഹീറ്റ് ചെയ്യുമ്പോൾ ആദ്യം സബ്ലിമേഷൻ നടക്കുന്നു. എന്നാൽ സ്ട്രോങ് ആയി ഹീറ്റ് ചെയ്യുമ്പോൾ PCl5 PCl3യും ക്ലോറിനുമായി ഡീകമ്പോസ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു നോ അബൌട്ട് സ്ട്രക്ചർ ഓഫ് PCl5 ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫേസസ്? PCl5 ലിക്വിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലും ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രിയാണ് കാണിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റിൽ PCl5 ഒരു അയോണിക് സോളിഡ് ആയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ PCl4+ എന്ന കാറ്റയോൺ പാർട്ടും PCl6- എന്ന ആനയോൺ പാർട്ടും കാണാം. കാറ്റയോൺ പാർട്ടിന്റെ ജോമെട്രി ടെട്രാഹെഡ്രലും ആനയോൺ പാർട്ടിന്റെ ജോമെട്രി ഒക്ടാഹെഡ്രലും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ഓൾ ദ 5 ബോണ്ട്സ് ഇൻ PCl5 മോളിക്യൂൾ ഇക്വലന്റ്? PCl5ലെ എല്ലാ ബോണ്ടുകളും ഇക്വലന്റ് അല്ല. PCl5 മോളിക്യൂൾ ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ ആണ് കാണിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇതിൽ 2 ആക്സിയൽ ബോണ്ടുകളും 3 ഇക്വറ്റോറിയൽ ബോണ്ടുകളും ഉണ്ട്. ആക്സിയൽ ബോണ്ടുകൾ ഇക്വറ്റോറിയൽ ബോണ്ടുകളേക്കാൾ നീളം കൂടുതലാണ്. ആക്സിയൽ ബോണ്ട് ലെങ്ത് 240 pm ഇക്വറ്റോറിയൽ ബോണ്ട് ലെങ്ത് 202 pm ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിയാക്ഷൻ ഓഫ് PCl5 വിത്ത് വാട്ടർ. PCl5 വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഫോസ്ഫോറൈൽ ക്ലോറൈഡും HClഉം ഉണ്ടാകും. കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് കഴിയുമ്പോൾ ഈ ഫോസ്ഫോറൈൽ ക്ലോറൈഡ് ഫോസ്ഫോറിക് ആസിഡായി കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ഷൻ ഓഫ് PCl5 ഓൺ സിൽവർ ആൻഡ് ടിൻ. PCl5 സിൽവറും ടിന്നുമായി റിയാക്ട് ചെയ്യുമ്പോൾ അതാത് മെറ്റൽ ക്ലോറൈഡുകൾ തരുന്നു. സിൽവറുമായി റിയാക്ട് ചെയ്യുമ്പോൾ സിൽവർ ക്ലോറൈഡും ടിന്നുമായി റിയാക്ട് ചെയ്യുമ്പോൾ സ്റ്റാനിക് ക്ലോറൈഡുമാണ് കിട്ടുന്നത്. ഈ 2 റിയാക്ഷനിലും കോമൺ ആയി PCl3യും കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ PCl5 ആക്ട് ആസ് റെഡ്യൂസിങ് ആസ് വെൽ ആസ് ഓക്സിഡൈസിങ് ഏജന്റ്? PCl5ന് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആകാൻ കഴിയില്ല. PCl5ൽ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. ഫോസ്ഫറസ് ആറ്റത്തിന് +5ൽ കൂടുതലായ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് സാധ്യമല്ല. അതുകൊണ്ട് റെഡ്യൂസിങ് ഏജന്റ് ആകാൻ PCl5ന് സാധിക്കില്ല. പക്ഷേ ഫോസ്ഫറസിന് +5നേക്കാൾ കുറഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ പോസിബിൾ ആണ്. അതിനാൽ PCl5ന് റിഡക്ഷൻ സാധ്യമാണ്. അങ്ങനെ അതിന് ഓക്സിഡൈസിങ് ഏജന്റ് ആകാൻ സാധിക്കും. ഇനി നമുക്ക് ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡുകളെ പറ്റി പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഫോർമുല, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്. ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡുകളുടെ നെയിമും ഫോർമുലയും ഈ ഓക്സോ ആസിഡുകളിലെ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഇവയുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും കാണാം. ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് H3PO2, ഓർത്തോഫോസ്ഫറസ് ആസിഡ് H3PO3, ഓർത്തോഫോസ്ഫോറിക് ആസിഡ് H3PO4. ഇത് മൂന്നും നിങ്ങൾക്ക് നന്നായി അറിയണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചേഴ്സ് ഓഫ് ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്. ഫോസ്ഫറസിന്റെ എല്ലാ ഓക്സോ ആസിഡിനും ഫോസ്ഫറസ് സെൻട്രൽ ആറ്റമായി വരുന്ന ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണുള്ളത്. ഇവയിൽ ഓരോന്നിലും ഫോസ്ഫറസിന്റെ വാലൻസി 5 ആണ്. എല്ലാ ഓക്സോ ആസിഡിലും ഫോസ്ഫറസും ഓക്സിജനുമായി ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. ഫോസ്ഫറസിന്റെ ബാക്കിയുള്ള 3 വാലൻസി എങ്ങനെയാണ് കംപ്ലീറ്റ് ആകുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഏറ്റവും സിമ്പിൾ ഓക്സോ ആസിഡായ ഹൈപ്പോഫോസ്ഫറസ് ആസിഡിന്റെ സ്ട്രക്ചർ നോക്കാം. H3PO2. ഇതിൽ ബാക്കിയുള്ള 3 ബോണ്ടുകൾ ഫോം ചെയ്യുന്നത് 2 ഹൈഡ്രജനായും 1 OH ബോണ്ടായുമാണ്. H3PO3യിൽ ഒരു ഓക്സിജൻ കൂടുതലുണ്ട്. അപ്പോൾ
അതിൽ ഫോസ്ഫറസുമായി 2 OH ബോണ്ടും ഒരു H ബോണ്ടും ഫോം ചെയ്യും. H3PO4ൽ വീണ്ടും ഒരു ഓക്സിജൻ കൂടുതലായി വരുന്നു. അപ്പോൾ അതിൽ ഫോസ്ഫറസുമായി 3 OH ബോണ്ട് ഉണ്ടാകുന്നു. ഈ 3 ഓക്സോ ആസിഡുകളിലും P ഡബിൾ ബോണ്ട് O കോമൺ തന്നെയാണ്. OH ബോണ്ടുകളാണ് ഓരോന്നിലും കൂടുതലായി വരുന്നത്. അടുത്തത് പൈറോഫോസ്ഫോറിക് ആസിഡ്. 2 H3PO4 മോളിക്യൂളുകളിൽ നിന്നും കൂടി ഒരു H2O മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ H4P2O7 അഥവാ പൈറോഫോസ്ഫോറിക് ആസിഡ് കിട്ടും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ 2 ഓർത്തോഫോസ്ഫോറിക് ആസിഡിൻ്റെ ടെട്രാഹെഡ്രൽ സ്ട്രക്ചറിൽ നിന്നും ഓരോ OH ബോണ്ട് കുറഞ്ഞ് പകരം ഒരു ഓക്സിജനുമായി ബോണ്ട് ഫോം ചെയ്യുന്നതിന് തുല്യമായിരിക്കും. H4P2O6ൻ്റെ സ്ട്രക്ചറിൽ H4P2O7ലെ ഫോസ്ഫറസുകളുമായി ബോണ്ട് ഫോം ചെയ്ത ഓക്സിജന് പകരം ഫോസ്ഫറസുകൾ നേരിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. മെറ്റാഫോസ്ഫോറിക് ആസിഡിൻ്റെ സ്ട്രക്ചർ പോളിമറിക് ടെട്രാഹെഡ്രൽ ചെയിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബേസിസിറ്റി ഓഫ് H3PO4, H3PO3 ആൻഡ് H3PO2. ഇതിൽ ഓരോന്നിലും 3 ഹൈഡ്രജൻ ആറ്റം വീതം വരുന്നുണ്ട്. പക്ഷേ ഓക്സിജനുമായി നേരിട്ട് അറ്റാച്ച് ചെയ്ത ഹൈഡ്രജനുകൾ മാത്രമേ അയണൈസബിൾ ആകൂ. അവയ്ക്ക് മാത്രമേ ബേസിസിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ. സ്ട്രക്ചറുകൾ നോക്കിയാൽ H3PO4ൽ 3 OH ബോണ്ടുകൾ കാണാം. അതിൻ്റെ ബേസിസിറ്റി 3 ആണ്. H3PO3ൽ 2 OH ബോണ്ടുകളാണുള്ളത്. ആയതിനാൽ അതിൻ്റെ ബേസിസിറ്റി 2ഉം. H3PO2ൽ 1 OH ബോണ്ട് മാത്രമാണുള്ളത്. ആയതിനാൽ അതിൻ്റെ ബേസിസിറ്റി 1ഉം ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് വെൻ H3PO3 ഈസ് ഹീറ്റഡ്? ഓർത്തോഫോസ്ഫറസ് ആസിഡ് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓർത്തോഫോസ്ഫോറിക് ആസിഡും ഫോസ്ഫീനും കിട്ടുന്നു. ഇവിടെയുള്ള ഓരോ കോമ്പൗണ്ടിലെയും ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. റിയാക്റ്റൻ്റായ H3PO3ൽ ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയിരുന്നു. എന്നാൽ പ്രൊഡക്റ്റായ H3PO4ൽ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റും PH3ൽ -3 ഓക്സിഡേഷൻ സ്റ്റേറ്റുമാണ് ഫോസ്ഫറസ് കാണിക്കുന്നത്. ആയതിനാൽ ഇതൊരു ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു യു അക്കൗണ്ട് ഫോർ ദ റെഡ്യൂസിംഗ് ബിഹേവിയർ ഓഫ് H3PO2 ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ് സ്ട്രക്ചർ? ഫോസ്ഫറസുമായി നേരിട്ട് ബോണ്ട് ഫോം ചെയ്യുന്ന ഹൈഡ്രജനുകളാണ് റെഡ്യൂസിംഗ് നേച്ചർ കാണിക്കുന്നത്. H3PO2ൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ 2 PH ബോണ്ടുകൾ കാണാം. ആയതിനാൽ ഇതൊരു സ്ട്രോങ് റെഡ്യൂസിംഗ് ഏജൻ്റ് ആണ്. ഈ ക്വസ്റ്റിനോടുകൂടി ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ് തീരുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗ്രൂപ്പ് 16 എലമെൻറ്റ്സിനെ പറ്റി പഠിക്കാം.